നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. നിലമ്പൂരിലേക്കാണ് ആദ്യം. നിലമ്പൂരിൽ മത്സരചിത്രം തെളിഞ്ഞു. നിലമ്പൂരിൽ പോരാട്ടം മുറുക്കി മുന്നണികൾ. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ പേരിൽ PV അൻവർ, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് 6 മണിയോടെ അവസാനിച്ചു. അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിനെ ആവേശത്തിലാഴ്ത്തിയായിരുന്നു M സ്വരാജ്, PV അൻവർ, അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നീ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. നിലമ്പൂർ തഹസിൽദാർ ഓഫീസിലാണ് 3 പേരും പത്രിക സമർപ്പിച്ചത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് രാവിലെ 11:30 പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥികളുടെ എണ്ണത്തെക്കുറിച്ച് ആശങ്കയില്ലെന്ന് പ്രതികരണം. മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആരും മത്സരിക്കരുതെന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല. അപ്പം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മത്സരിക്കട്ടെ. ജനങ്ങൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് വിധി എഴുതുകയും ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാവും. നമുക്ക് അങ്ങനെ ആശിക്കാം. പ്രവർത്തകരെ അണിനിരത്തി ശക്തി പ്രകടനം നടത്തിയ ശേഷം PV അൻവറിന്റെ പത്രികാ സമർപ്പണം. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന കൂട്ടായ്മ രൂപീകരിച്ചാണ് ഇത്തവണ മത്സരിക്കുന്നത്. എന്താ പ്രതീക്ഷ? ജയിക്കോ? 100% ഞാനല്ല ജയിക്കുന്നത്, ഈ കേരളത്തിലെ ജനങ്ങളാണ് ജയിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ശോഭ സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവർക്കൊപ്പം റോഡ് ഷോയായി എത്തിയാണ് ഇന്നലെ BJPയിൽ ചേർന്ന NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ചത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ശനിയാഴ്ചയാണ് പത്രിക നൽകിയത്. പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം പത്രിക സമർപ്പിച്ചതോടെ നിലമ്പൂരിന് പോരാട്ടം മുറുകുന്ന ദിനങ്ങൾ. ടീം 24 നിലമ്പൂർ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മത്സരചിത്രം തെളിഞ്ഞു. 3 പ്രമുഖ മുന്നണികളും PV അൻവറും നേർക്കുനേർ വരുന്നതോടെ നിലമ്പൂർ ഇതുവരെ കാണാത്ത വാശിയേറിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നിർണായക ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 ദിവസം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യും. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ UDFന് വേണ്ടി പ്രചാരണത്തിനെത്തും. UDFന് വേണ്ടി ആര്യാടൻ ഷൗക്കത്ത്, LDFന് വേണ്ടി M സ്വരാജ്, NDA സ്ഥാനാർത്ഥിയായി മോഹൻ ജോർജ്, ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി സ്ഥാനാർത്ഥിയായി PV അൻവർ. ഇതാണ് നിലമ്പൂരിൽ തെളിയുന്ന മത്സര ചിത്രം. സൂക്ഷ്മ പരിശോധനയിൽ കടന്ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയവും പൂർത്തിയാകുമ്പോഴേ അന്തിമ ചിത്രം വ്യക്തമാകുകയുള്ളൂ. എങ്കിലും ഏറെക്കുറെ ഇതുതന്നെയാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ലൈനപ്പ്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഊന്നിയായിരിക്കും LDFന്റെ പ്രചരണം. ഭരണവിരുദ്ധ വികാരം ചർച്ചയാക്കാതിരിക്കാൻ LDF പരമാവധി സൂക്ഷ്മത പുലർത്തും. മറുവശത്ത് സർക്കാരിനെതിരായ വികാരം ആളിക്കത്തിക്കാനായിരിക്കും UDFന്റെ ശ്രമം. ഭരണവിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കാനുള്ള ഇടപെടലും UDF നടത്തും. ഗണ്യമായ തോതിൽ ഹിന്ദു വോട്ടുകളുള്ള മണ്ഡലത്തിൽ പരമാവധി വോട്ടുകൾ നേടാനായിരിക്കും BJPയുടെ ശ്രമം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രൻ നിലമ്പൂരിൽ നേടിയ 17,000 പരം വോട്ടുകളായിരിക്കും BJPയുടെ ടാർഗറ്റ്. ഇരു മുന്നണികൾക്കും പുറത്തായി പോയ PV അൻവറിന് തന്റെ രാഷ്ട്രീയ പ്രസക്തി തെളിയിക്കുകയാണ് ദൗത്യം. ഇങ്ങനെ എല്ലാ കക്ഷികൾക്കും ഒരുപോലെ നിർണായകമായതിനാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും വിവരണാതീതമാകുമെന്ന് തീർച്ച. LDFന്റെ പ്രചരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും ചുക്കാൻ പിടിക്കുക. ഈ മാസം 13 മുതൽ 3 ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് മുഖ്യമന്ത്രി M സ്വരാജിന് വേണ്ടി വോട്ട് തേടും. നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ MP പ്രിയങ്ക ഗാന്ധിയായിരിക്കും UDFന്റെ താരപ്രചാരക. മറ്റ് ദേശീയ നേതാക്കളും ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി കളത്തിലിറങ്ങും. മമതാ ബാനർജി അടക്കമുള്ള തൃണമൂൽ നേതാക്കളെ പ്രചരണത്തിലെത്തിക്കുമെന്നാണ് PV അൻവറിന്റെ പ്രഖ്യാപനം. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്ന പതിവ് മമതാ ബാനർജിക്കില്ല. പകരം മറ്റ് തൃണമൂൽ നേതാക്കൾ എത്താനാണ് സാധ്യത. ടീം 24 നിലമ്പൂർ. നവകേരള സദസ്സിന്റെ പേരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് കരാറുകാരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന ഗുരുതര ആരോപണവുമായി PV അൻവർ. ഇതിന്റെ തെളിവുകൾ പുറത്തുവിട്ടാൽ മുഹമ്മദ് റിയാസ് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്നും PV അൻവർ പറഞ്ഞു. അൻവറിന്റെ മുന്നണി പ്രവേശം അടഞ്ഞ അധ്യായം എന്നാണ് UDF പ്രതികരണം. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം മുന്നണിയെ ബാധിക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് LDF. UDF LDF മുന്നണികൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് PV അൻവർ. തനിക്കെതിരെ മന്ത്രി PA മുഹമ്മദ് റിയാസും ആര്യാടൻ ഷൗക്കത്തും വ്യക്തിഹത്യ നടത്തുകയാണ്. പരിധി വിട്ടാൽ ഇവർക്കെതിരായ പല തെളിവുകളും പുറത്തുവിടും. PA മുഹമ്മദ് റിയാസ് നവകേരള സദസ്സിന്റെ പേരിൽ കരാറുകാരെ ഭീഷണിപ്പെടുത്തി പണം പിരിച്ചതിന്റെ തെളിവുണ്ടെന്നും PV അൻവർ. ഇതിന്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിഹത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിന്റെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും നേതൃത്വത്തിലാണ്. നവകേരള സദസ്സിന്റെ പേരിൽ കോടാനകോടി ഉറപ്പിക മുഹമ്മദ് റിയാസ് എന്ന PWD മന്ത്രി പിരിച്ചതിന്റെ വീഡിയോകളും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിന്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ ഞാൻ വിടും. അൻവറുമായി ഇനി ചർച്ചയില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ആവർത്തിച്ചു.
പണമില്ലെന്ന് പറഞ്ഞ അൻവറിന് മത്സരിക്കാൻ ഇപ്പോൾ എവിടെ നിന്ന് പണം കിട്ടിയെന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കുക, ഇനി സമയമുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന് പണം ഇപ്പോൾ പല മേഖലയിൽ നിന്ന് വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെ നിന്ന് വന്നിട്ട് അൻവർ മത്സരിക്കുന്നത് LDFന് അനുകൂല സാഹചര്യമാണ് ഉണ്ടാക്കുകയെന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. LDFന്റെ വോട്ട് വീഴില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം കൈക്കൊണ്ട തെറ്റായ രാഷ്ട്രീയ നിലപാടിൽ അമർഷമുള്ള മറ്റ് ജനവിഭാഗങ്ങളും LDFനെ അനുകൂലിക്കാനാണ് സാധ്യത. അംഗം മുറുകുമ്പോൾ അൻവർ ആരുടെ വോട്ട് പെട്ടിയിൽ വിള്ളലുണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ടീം 24 നിലമ്പൂർ. ഇപ്പോൾ വരുന്നൊരു വാർത്ത. കണ്ണൂർ അഴീക്കോട് മീൻകുന്ന് കടപ്പുറത്ത് 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടു. കടലിൽ കുളിക്കാനിറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. കോസ്റ്റൽ പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, ഇന്ന് വൈകിട്ട് 4:30 ഈ അപകടം നടന്നത്. അഴീക്കോട് മീൻകുന്ന് കള്ളക്കടപ്പുറം എന്നതാണ് ആ തീരത്തെ അറിയപ്പെടാറ്. അവിടെ കുളിക്കാനായി ആ കടലിൽ ഇറങ്ങിയതായിരുന്നു 2 യുവാക്കൾ. അവര് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വലിയന്നൂർ സ്വദേശിയായിട്ടുള്ള പ്രിനീഷ്, കൊടലിപ്പുറം ആനന്ദ നിലയത്തിൽ ഗണേഷ്, ഈ 2 യുവാക്കളാണ് ഒഴുക്കിൽപ്പെട്ടത്. അവർ കുളിക്കാനായി ആദ്യം ആ കടലിൽ ഇറങ്ങി. അതിനുശേഷം അവർ ആ തീരത്തേക്ക് കയറിയിരുന്നു. രണ്ടാമതായും വീണ്ടും കുളിക്കാൻ ഇറങ്ങിയ സമയത്താണ് ഈ അപകടത്തിൽപ്പെട്ടത്. ആ ശക്തമായ തിര ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. അതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇപ്പോഴും കോസ്റ്റൽ പോലീസും പോലീസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊരു ബൈക്കിലാണ് അവിടെ എത്തിയത്. അവിടെ അവരുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ച് അവിടെ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. ഇവർ ഒഴുക്കിൽപ്പെടുന്നത് തീരത്തുള്ള ചിലർ കണ്ടിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ആൾക്കാരൊക്കെ ഓടിക്കൂടിയത്. കോസ്റ്റൽ പോലീസിന് ഈ വിവരം അറിയിച്ചത്. പക്ഷേ കോസ്റ്റൽ പോലീസും മറ്റ് സംവിധാനങ്ങൾ ഒക്കെ എത്തുമ്പോഴേക്കും, ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തുമ്പോഴേക്കും ഇവർ പൂർണ്ണമായും തന്നെ ഇവരെ കാണാതായിരുന്നു എന്നതാണ് പറയുന്നത്. എന്തായാലും ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസമായി പ്രക്ഷുബ്ധമായി തുടരുകയാണ്. പലയിടങ്ങളിലും കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കടൽ തീരത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് കടലിൽ ഇറങ്ങി കുളിക്കാൻ പാടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെയും ഈ കള്ളക്കടപ്പുറത്തും അത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ എന്തായാലും ഇവർ ഇന്ന് വൈകിട്ട് അവിടെ എത്തി കുളിക്കാൻ ഇറങ്ങി. അതിനിടെയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. 2 യുവാക്കളാണ്. അവർ ഈ പ്രദേശത്തുള്ളവരല്ല, അല്പം ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ളവരാണ്. അവിടെ ബൈക്കിൽ എത്തി ഈ കടലിൽ ഇറങ്ങുന്നതിന് വേണ്ടി മാത്രമായി എത്തിയതാണ്. ആ സമയത്താണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും തിരച്ചിൽ തുടരുകയാണ്. കണ്ണൂർ അഴീക്കോട് മീൻകുന്ന് കടപ്പുറത്താണ് 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടത്. കടലിൽ കുളിക്കാനിറങ്ങിയവരാണ്. അവർക്കായുള്ള തെരച്ചിൽ കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. അടുത്ത വാർത്ത. കാസർഗോഡ് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപം 1/2 കിലോമീറ്റർ നീളത്തിലാണ് വിള്ളൽ കണ്ടെത്തിയത്. വിള്ളലുള്ള ഭാഗം ടാർ ഒഴിച്ച് മറയ്ക്കാൻ നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് ശ്രമിച്ചതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. മഴ തുടങ്ങിയ ശേഷം കാസർഗോഡ് ജില്ലയിലെ ദേശീയപാതയിലുണ്ടായ 4ാമത്തെ വിള്ളലാണിത്. കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപത്തെ പാലം മുതൽ പടുവളം വരെ വിള്ളലുണ്ട്. പ്ലാസ്റ്റിക് കൊണ്ട് മറച്ചുവെക്കാനും ടാർ ഒഴിച്ച് തട്ടിക്കൂട്ടി വിള്ളലടയ്ക്കാനും നിർമ്മാണ കമ്പനി ശ്രമം നടത്തി. എന്നാൽ മഴ മാറിയതോടെ വിള്ളൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. 10 കിലോമീറ്ററോളം ദൂരത്ത് ഇങ്ങനെ പൊട്ടിക്കിടന്ന് ഇതിൻ്റെ അകത്തേക്ക് ആഴത്തിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ അവരത് അടച്ച് താറ് മെറ്റൽ ഒഴിച്ച് ആ കുഴിക്ക് അടക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിള്ളൽ കണ്ടെത്തിയ ഭാഗത്ത് 10 മീറ്ററോളം മണ്ണിട്ട് കെട്ടിപ്പൊക്കിയാണ് ദേശീയപാത നിർമ്മിച്ചത്. മഴ കൂടുതൽ ശക്തമായാൽ റോഡ് പൂർണ്ണമായി ഇടിഞ്ഞു വീഴുമോ എന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. മറ്റൊരു മറുവശത്തും ഇതേപോലെ സംഭവമുണ്ട്. ആ മറുവശത്തും അവർ ജില്ലിപ്പൊടി ഇട്ടിട്ട് മെറ്റൽ വെച്ചിട്ട് അത് അമർത്തിക്കൊണ്ട് ഒരു പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പണിയൊന്നും ശാശ്വതമല്ല. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാതെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 24 കാസർഗോഡ്. കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നടന്നെന്ന് ദേശീയപാത അതോറിറ്റി ചെയർമാൻ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയെ അറിയിച്ചെന്ന് KC വേണുഗോപാൽ MP. ദേശീയപാത തന്റെ അക്കൌണ്ടിലാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പാതയുടെ തകർച്ച ആരുടെ അക്കൌണ്ടിൽ എന്ന് പറയുന്നില്ലെന്നും കുറ്റപ്പെടുത്തി. കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഏറ്റവും ഭീകരമായൊരു വിഷയമല്ലേ ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന ഈ നിർമ്മാണത്തിലെ അഴിമതിയും തകർച്ചയും. ദേശീയപാത എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം അക്കൗണ്ടിലാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ തകർച്ച അങ്ങ് ആരുടെ അക്കൗണ്ടിലാണ് പെടുത്തുന്നത്? ഈ ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്.
പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാനും ഷെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത്. കേരള സന്ദർശനം നടത്തുന്ന ദേശീയപാത അതോറിറ്റി ചെയർമാൻ തകർന്ന ദേശീയപാതകൾ സന്ദർശിക്കാത്തതിൽ വിവാദം. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലായി സന്ദർശനം ചുരുക്കി. സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തിന്റെ പുരോഗതി വിലയിരുത്താനാണ് ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് കേരളത്തിലെത്തിയത്. മലപ്പുറത്തടക്കം ദേശീയപാത തകർന്ന പ്രദേശം സന്ദർശിക്കാതെ 3-അംഗ സംഘം ഇന്ന് തിരികെ മടങ്ങും. ഘടനാപരമായി പ്രാധാന്യമർഹിക്കുന്ന ഭാഗങ്ങൾ, വെള്ളക്കെട്ടിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു സന്ദർശനം. വിവിധ ദേശീയപാത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനുള്ള ഉന്നതതല യോഗവും ചേരുന്നുണ്ട്. തുടർന്ന് ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തും. കൂരിയാടടക്കമുള്ള ദേശീയപാതകളിലെ തകർച്ച കൂടിക്കാഴ്ചയിൽ സർക്കാർ ഉന്നയിക്കും. നിർമ്മാണത്തിലെ അപാകതകളും ആശങ്കകളും അറിയിക്കാൻ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കാണും. നിർമ്മാണത്തിലെ പാകപ്പിഴകൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ സാഹചര്യത്തിലാണ് നിർണായക കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രി ബുധനാഴ്ച ഡൽഹിയിലേക്ക് പോകുന്നത്. 24 തിരുവനന്തപുരം. വിജിലൻസ് കേസിലെ പരാതിക്കാരന്റെ ECIR വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഇഡിക്ക് വീണ്ടും കത്ത് നൽകി. കൊച്ചിയിലെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ രണ്ടാമതും കത്ത് കൈമാറിയത്. ഇഡി അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെന്ന് വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. കേസിലെ 1-ാം പ്രതിയായ ഇഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന്റെ അറസ്റ്റ് ഹൈക്കോടതി 11-ാം തീയതി വരെ തടഞ്ഞു. വിജിലൻസ് കേസിലെ പരാതിക്കാരനായ അനീഷ് ബാബുവിനെതിരെ ഇഡി ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ വിവരങ്ങൾ ആവശ്യപ്പെട്ടാണ് വിജിലൻസ് കത്ത് നൽകിയത്. ആദ്യം നൽകിയ കത്തിൽ ഇഡി അനുകൂല നിലപാട് സ്വീകരിക്കാതിരുന്ന പശ്ചാത്തലത്തിലാണ് ഇഡി ഓഫീസിൽ നേരിട്ടെത്തി വിജിലൻസ് ഉദ്യോഗസ്ഥർ വീണ്ടും കത്ത് കൈമാറിയത്. കേസന്വേഷണം പുരോഗമിക്കുകയാണെന്ന് വിജിലൻസ് SP S ശശിധരൻ. അപ്പോൾ നമ്മൾ 22-ാം തീയതി ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസിലേക്ക് ഡീറ്റെയിൽസ് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ പ്രതികരിച്ചു. ഇഡി ഓഫീസേഴ്സ് നല്ല രീതിയിൽ പ്രതികരിച്ച് അവർ നമുക്ക് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു റെക്കോർഡ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ചോദിക്കൂ, അപ്പോൾ ഞങ്ങൾ വേണ്ട നോക്കിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേസിലെ 1-ാം പ്രതിയായ ഇഡി ഉദ്യോഗസ്ഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 11-ാം തീയതി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. അതുവരെ അറസ്റ്റ് പാടില്ലെന്ന കർശന നിർദ്ദേശമുണ്ട്. കേസിൽ നേരത്തെ പിടിയിലായ 3 പ്രതികളുടെ മൊഴികളും ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ചേർത്ത് ഇഡി ഉദ്യോഗസ്ഥന്റെ ജാമ്യ ഹർജി എതിർക്കാനാണ് വിജിലൻസ് തീരുമാനം. 24 കൊച്ചി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. 34 മരണം ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിക്കിമിൽ മണ്ണിടിച്ചിലിൽ 3 സൈനികർ മരിച്ചു. അസമിലും ത്രിപുരയിലും മേഘാലയയിലും വെള്ളപ്പൊക്കം രൂക്ഷമാണ്. 3 ലക്ഷത്തോളം പേരെ മഴക്കെടുതി ബാധിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാവുകയാണ്. വടക്കൻ സിക്കിമിൽ സൈനിക ക്യാമ്പിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 സൈനികർക്കാണ് ജീവൻ നഷ്ടമായത്. ഹവിൽദാർ ലഖ്വീന്ദർ സിംഗ്, ലാൻസ് നായിക് മുൻഷീർ താക്കൂർ, പോർട്ടർ അഭിഷേക് ലഖാഡ എന്നിവരാണ് മരിച്ചത്. 4 സൈനികരെ നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. അസമിലെ 19 ജില്ലകളെ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ബാധിച്ചു. മേഘാലയയിലെ 10 ജില്ലകളിൽ വെള്ളപ്പൊക്കം ദുരിതം വിതച്ചു. മണിപ്പൂരിലും അരുണാചൽ പ്രദേശിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. മണിപ്പൂരിലും അസമിലും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ബ്രഹ്മപുത്ര, കടകൽ, ബരാക്ക് ഉൾപ്പെടെ നദികൾ അപകടനിലയ്ക്ക് മുകളിൽ ഒഴുകുകയാണ്. മണിപ്പൂരിലെ ഇംഫാൽ, ഈസ്റ്റ് വെസ്റ്റ് ജില്ലകളിലെയും സേനാപതിയിലും അസമിലെ സിൽച്ചറിലും സ്കൂളുകൾക്ക് അവധി നൽകി. അരുണാചൽ പ്രദേശിലെ ലോവർ ദിബാങ് താഴ്വരയിൽ കുടുങ്ങിയ 14 പേരെയും സിക്കിമിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കുടുങ്ങിയ വിനോദസഞ്ചാരികളെയും രക്ഷപ്പെടുത്തി. സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയബാധിത മേഖലകൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് അമിത്ഷാ ഉറപ്പു നൽകി. വിനീത VG 24 ഡൽഹി. കൊച്ചി ഞാറക്കലിൽ കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളെ കാണാതായി. യമൻ പൗരന്മാരും സഹോദരങ്ങളുമായ 2 പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കോയമ്പത്തൂരിൽ നിന്നെത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിലെത്തിയ 9-അംഗ വിദ്യാർത്ഥി സംഘത്തിലെ 2 പേരാണ് പുതുവൈപ്പ് വളപ്പ് ബീച്ചിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ടത്. ഇന്നുച്ചയോടെയാണ് അപകടം. യമൻ പൗരന്മാരും സഹോദരങ്ങളുമായ ജുബ്രാൻ, അബ്ദുൽ സലാം എന്നിവരെയാണ് കാണാതായത്. കോയമ്പത്തൂർ രത്തിനം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. സംഘത്തിലെ 8 പേർ യമൻ പൗരന്മാരും ഒരാൾ സുഡാൻ പൗരനുമാണ്. കടലിലിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും
ഭാഷ മനസ്സിലാകാത്തതിനാൽ വിദ്യാർത്ഥികൾ കടലിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇവിടെ അവരെത്തിയപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ നിർദ്ദേശം കൊടുത്തതാണ് കടലിൽ ഇറങ്ങരുത്, കാരണം ശക്തമായിട്ടുള്ള കടൽ കയറ്റമുണ്ട്. പക്ഷേ അതൊന്നും അനുസരിക്കാതെ, എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. അവർക്ക് യമൻകാർക്ക് യമൻ ഭാഷ മാത്രം ആ കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാൻ പാടുള്ളൂ. ഇംഗ്ലീഷ് പോലും നമുക്ക് സംസാരിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു. കടൽ തീരത്ത് ലൈഫ് ഗാർഡുകളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ അപകടങ്ങൾ പതിവായി നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കാണാതായ വിദ്യാർത്ഥികൾക്കായി കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും അഗ്നിരക്ഷാസേനയുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. 24 കൊച്ചി. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.